മച്ചാമാരെ നമ്മളെന്താ അണലിക്കാട്ടിലോട്ട് കയറാൻ പോവുകയാണ്. ഹെവി എന്ന് വെച്ചാൽ ഹെവി സ്പോട്ടാണ്. കാണിച്ചുതരാം. ഒറ്റ വരി പാത, ബൈക്ക് മാത്രം പോകുന്നൊരു വഴിയാണ്. ഇതാണ് ഞാനും ബൈക്ക് എല്ലാം റെഡി ആയിട്ടിരിക്കുന്നത്. ഇതാണ് വഴി. മതിലിൻ്റെ സൈഡ് പിടിച്ച് ഇതിനകത്തൂടെ ആ കാട്ടിനകത്ത് കയറണം. ഈ കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ആൻഡ് ഹെവി ആണ്. നമുക്ക് പോയി നോക്കാം എന്ത് കിട്ടുമെന്നുള്ളത്. കരിച്ചേട്ടോടെ വരാന്നാണ് പുള്ളി അവിടെ നിൽപ്പുണ്ട്. പുള്ളിയെ പോയി മീറ്റ് ചെയ്യണം. നമുക്കും കയറി നോക്കാം എന്തായാലും. മച്ചാമാരെ നമുക്ക് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാം. കോട്ട് എല്ലാം സെറ്റാണ്. നമ്മൾ പോകാൻ പോവുകയാണ്, കാട്ടിലോട്ട് കയറാൻ പോവുകയാണ്. ഇതാണ് വഴി. നല്ല ഇത് ഇങ്ങനെ കയറണം. ബെസ്റ്റാണ്, ഹെവിയാണ്, എന്നാലും നമ്മൾ പോകും. അത്ര ഹാപ്പിയാണ്. കാട്ടുന്നൊരു മാമൻ. നമ്മളാ ഏകദേശം നമ്മൾ സ്പോട്ടിലോട്ട് വെക്കേണ്ടിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ സ്പോട്ടും വഴിയൊക്കെ. ചാമാരെ കാടും മേടും ഒക്കെയാണ് കടന്ന് കയറുന്നത്. ഹെവി ആൻഡ് ഹെവി ഹെവി ഹയസ്റ്റ് സ്പോട്ട് നമ്മുടെ ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ തട്ടകത്തിൽ നമ്മൾ എത്തി. ചാമരെ ഈ സ്പോട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ മീൻ പിടിച്ചപ്പോഴത്തേക്ക് താന്നു പോയെന്ന് പറഞ്ഞ സ്പോട്ടല്ലേ, അതിതാണ്. ചാമരെ നമ്മുടെ ഫ്രോഗൊക്കെ സെയിം ഫ്രോഗ് തന്നെയാണ്. ഇനി ഈ ഫ്രോഗ് വിട്ടൊരു കളിയില്ല. കാരണം വെച്ചാൽ വരുന്ന ദിവസങ്ങളെല്ലാം അടിച്ചിട്ടേ ഉള്ളതിൽ നമുക്ക്. അതുകൊണ്ട് നമുക്ക് അവനെ കളയേണ്ട ആവശ്യമില്ല. ഫ്രോഗ് വന്നിട്ട് ഉണ്ടായില്ലേ നോക്കാം. മച്ചാമാരെ ഫസ്റ്റ് അടിക്ക് തന്നെ പോയി. ഫസ്റ്റ് അടി മിസ്. മച്ചാമാരെ നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിലോട്ട് കയറുകയാണ്. ആദ്യ സ്പോട്ടിൽ പോയി ഫുള്ള് മിസ്സായിരുന്നു. 3 എണ്ണം മിസ്സായിപ്പോയി. സംഭവം വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബറ്റലായിപ്പോയി. ബറ്റലാകുമ്പോൾ ഇതിൻ്റെ സ്ട്രൈക്ക് ചെറുതാണ്, നൈസായിട്ടൊക്കെ പോളൂ. ബറ്റലെന്ന് വെച്ചാൽ വെള്ളം ഇറക്കായിപ്പോയി. കൂടുതലായിരുന്നുണ്ടെങ്കിൽ പൊളിക്കായിരുന്നു. ആമ്പങ്കാടേ അണലിക്കാടേ. എന്നാണെന്തോ പറഞ്ഞു മുമ്പാ നിൽക്കണം ഞാനല്ലി. കണ്ടാൽ പോലും തിരിച്ചറിയും. നമ്മളവിടെ അടുത്ത ശാന്തമായ തീരത്തിലേക്ക് പോകുന്നു. ഫുള്ള് പേടിപ്പെടുത്താനായിട്ട് വെച്ചാൽ മനസ്സൊന്ന് പതറിയാൽ പേടിച്ചു. പന്നതും പഴയതൊക്കെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ പേടിച്ചു. നമ്മാതിരി സ്പോട്ടുകളിലാണ് പോകുന്നത്. കണ്ടാ ഇത്രയും കൊടും കാട്ടിനിടയ്ക്ക് ഞാൻ ഒറ്റയ്ക്കുണ്ട്. ഹാപ്പി ആയിരുന്നു. മച്ചാൻ പറയാം, ഇത് നമ്മുടെ ഒരു 1.5 കിലോ സൈസിലുള്ള ചെയറുകൾ പിടിച്ചുകൊണ്ടുവന്ന സ്പോട്ട് ഇതാണ്. ഇവിടെ കഴിഞ്ഞോളം വന്നപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ലായിരുന്നു. വീണ്ടും നമ്മൾ പഴയ സ്പോട്ടിലോട്ട് പോയി. പഴയ സ്പോട്ടിൽ പോയി മീൻ അടിച്ച ആ സ്പോട്ടിൽ പോയി ഇത്തവണ ഓപ്പോസിറ്റ് സൈഡൊന്ന് എറിഞ്ഞു നോക്കി. എറിഞ്ഞ് നോക്കേണ്ട താമസം പടക്കന ഒരു അടി അങ്ങ് പൊട്ടി. ഒരു രക്ഷയില്ലാത്ത അടിയായിരുന്നു. അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുന്ദര അടിയെന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടു നോക്കും മച്ചാമാരെ. വന്നിട്ട് നമ്മൾ ഇത്രയും നേരം ഒന്നും കിട്ടിയില്ല എന്നുള്ള വിഷമമായി, മിസ്സിങ് ആയത് വിഷയമായി, എല്ലാ വിഷമവും മാറി. ഇപ്പോൾ ദാ ഫ്രീ ആയി. കാരണം വെച്ചാൽ കിട്ടിയതൊരു 1.5 മുതലാണ്. കൊണ്ടുവന്നവനെ പൊരിച്ചടിക്കണം. ഇതാണ് ലക്ഷ്യം. ഇതാ നോക്കി, ഇതാണ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഇതാണ് അടുത്തെത്താറായി. ആ പില്ലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒറ്റ കപ്പ്. എൻ്റെ അടുത്ത് നമ്മുടെ മച്ചാമാർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, മച്ചാനെ ഞാനും വരട്ടെ. ഞാൻ പറഞ്ഞു എല്ലാവരും വരാനേ ഞാൻ പറയുള്ളൂ. കാര്യം പറയുന്നത് കൊണ്ടല്ല, അവർക്കും കിട്ടണം, നമുക്ക് കിട്ടണം. ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെളുപ്പിന് 5 മണിക്കൊക്കെ ഇരുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. തിരിച്ച് കയറി വരുമ്പോഴത്തേക്ക് 3 മണി, ചിലപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആവും. അതുവരെ നിൽക്കാൻ താല്പര്യമുള്ളവർ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എന്നോട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോരാ. അതിനിടയ്ക്ക് നമ്മൾ ആഹാരം കഴിക്കാൻ എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ അത് കണക്കാക്കി വരുന്ന താല്പര്യമുള്ളവർ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫിഷിങ്ങിന് പോകുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ കൊണ്ടുപോകാം. സന്തോഷമായിട്ട് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. കാരണം അല്ലെങ്കിൽ വന്നിട്ട് പാതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി നമ്മൾ മടുത്തു പോകും. നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് രാവിലെ 5 മണിക്ക് തുടങ്ങി കിട്ടുന്നത് ചിലപ്പോൾ 12:30 1 മണിയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇതിപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയ ഫിഷിങ്ങാണ്. ഈ
കറക്റ്റ് 12:45 11 മണി 12:45 1 മണിയോ കൊണ്ടായി. ആ സമയത്താണ് നമുക്ക് ഒരെണ്ണം കിട്ടുന്നത്. നമ്മൾ കാത്തിരിക്കുന്നതിൻ്റെ ഫലം നല്ലതായിരിക്കും, റിസൾട്ട് എപ്പോഴും പക്കയായിരിക്കും. എന്തായാലും കിട്ടിയതും കൊണ്ട് നമ്മൾ സന്തോഷത്തോടെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. ഇന്നത്തോടുകൂടി ഇന്നത്തെ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇനി വെയിലത്ത് അടിക്കത്തില്ല. ഇനി അഥവാ അടിക്കണമെങ്കിൽ തന്നെ വൈകുന്നേരം ഒരു 4 മണി തൊട്ട് 5 മണി വരെ ഈ ടൈമിൽ അടിക്കണം. ചെയർ കൂടുതലായിട്ട് കാസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ രാവിലെ ഒരു 5 മണി തൊട്ട് 8 മണി വരെയും 4 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയും. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും ബൈ ബൈ ഗൈസ്, സീ യു.